മഹാരാഷ്ട്രയിലെ പൂനെയിൽ വിഷമദ്യ ദുരന്തത്തിൽ 15 പേർ മരിച്ചു എന്നാണ് വാർത്ത. നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മദ്യമുണ്ടാക്കിയയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനാഥ്, ദൗർഭാഗ്യകരമാണ് ഈ സംഭവം, ഞെട്ടിപ്പിക്കുന്നതുമാണ്. 15 പേർ മരിച്ചു ഇതിനോടകം എന്ന വാർത്ത. അതോടൊപ്പം തന്നെ പലരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുകൂടി അറിയുന്നു. എന്താണ് ഉണ്ടായത്? ഈ പോലീസ് കസ്റ്റഡിയിലുള്ള ആളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ശ്രീനാഥിലേക്ക് വീണ്ടും. ശ്രീനാഥ്, വിവരങ്ങൾ പറയൂ. യോഗേഷ് വാങ്കഡ എന്നയാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ വ്യാജമദ്യം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസുകളുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പൂനെയിലെ ഹഡാപ്സറിലും ഒപ്പം തന്നെ പിംപ്രി ചിഞ്ച്വാദിലുമാണ് ആളുകൾ വിഷമദ്യം കഴിച്ച് ഇതുപോലെ ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അതിൽ 15 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അതിലേറെ പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മെത്തനോൾ ചേർത്ത വ്യാജമദ്യം വിൽപ്പന നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും നടന്നിരുന്നു എന്ന സൂചന പോലീസിന് കിട്ടുന്നുണ്ട്. അതിൽ മെത്തനോളിന്റെ അംശം കൂടുന്തോറും അത് അത്രത്തോളം ഗുരുതരമാകുമെന്ന് നമുക്കറിയാം. അങ്ങനെ സംഭവിച്ച ഒരു ദുരന്തം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രതിയെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 1-2 പേർ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാൽ പോലും പൂനെയിൽ നേരത്തെ പലവട്ടം മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ട് പോലും ഈ വ്യക്തിക്കെതിരെ പോലും നേരത്തെ സമാനമായ പല കുറ്റകൃത്യങ്ങൾ നടന്നിട്ട് പോലും ഇത് തടയാൻ കഴിഞ്ഞില്ല എന്നത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. സാധാരണക്കാരാണ് മരിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. പലരുടെയും പ്രായം 20-നും 40-നും ഇടയിലുള്ളവരാണ് ഭൂരിഭാഗവും എന്നതാണ് മരിച്ചവരുടെ പ്രായം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 15 പേരുടെ മരണം ഇതുവരെ സംഭവിച്ചിരിക്കുന്നു. ഏതാണ്ട് 15-ലേറെ പേർ ചികിത്സയിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രജയ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.